എന്തിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നു കരുതിയിട്ട് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ നമ്മളെ സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മളെ അടക്കം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ ഞാൻ കണ്ടെത്തി. നിങ്ങളിൽ എത്ര പേര് ആ ഒരു വൈറസിനെ കണ്ടു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എന്ത് ചെയ്യും, എന്ത് വീഡിയോസ് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യും കേട്ടോ. കാരണം ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടാണ് ആ ഒരു വീഡിയോ പലപ്പോഴും ഞാൻ വിലയിരുത്താറ്. കാരണം വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്ക് ഏത് രീതിയിലോട്ടും അതിനെ പോർട്രേറ്റ് ചെയ്യാം. അതിനെ കുറിച്ചിട്ട് പൊതുജനത്തിൻ്റെ അഭിപ്രായമായിരിക്കും ഈ കമൻറ്റിൽ ഉണ്ടായിരിക്കുക. പലപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ PR വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീലായി. അതായത് ഒരു ആളുകളെ അവരുടെ ആ ഒരു കീഴിലോട്ട് കൊണ്ടുവരുന്ന രീതിക്ക് ഒരു കമൻറ്റ് വരും, പിന്നെ അതേ ചിന്തയുള്ള ആളുകൾ അതിൻ്റെ പിന്നാലെ വരും, പിന്നെ അതാണ് ശരി, അതായത് കമൻറ്റ് ബോക്സിൽ ആ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലോട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നൊരു സംഭവം. ആ ഒരു വിഷയത്തെ വളച്ചിടാനുള്ള ഒരു PR ടീം എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്ന PRകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് പറയാം. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കാണുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കരുതെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ാണെങ്കിൽ അവരുടേതായുള്ള രീതിയിലോട്ട് നമുക്കറിയാം, പല രീതിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഇവർ പല വിദ്വേഷ വീഡിയോസും പഠിച്ചു വരുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ ടീമിലും നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഈ ഒരു KSRTCൻ്റെ ഒരു വീഡിയോ അല്ലേ, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ചില്ലടിച്ച് പൊട്ടിച്ച അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായും ഒരുപാട് പേരുടെ വീഡിയോസ് കാണൂലേ, റെഫർ ചെയ്യും, എന്നിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലോട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അതിൻ്റെ മറ്റൊരു വശം എന്നുള്ള രീതിയിലോട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടോ. കാരണം ആ പെൺകുട്ടി ഓൾറെഡി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, പിന്നെയും അതിനിങ്ങനെ കുത്തി വലിച്ചിടുന്ന് കാണുമ്പോൾ നമ്മളാണെങ്കിലോ ഒരു എന്താ പറയുക, ഒരു എമ്പതി തോന്നിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ വരെ ഈ തരത്തിലുള്ള ഈ ക്യാൻസർ ഞാൻ കാണുകയുണ്ടായിട്ടോ. ഞാൻ ക്യാൻസർ എന്ന് വിളിച്ച കാരണം എന്താ വെച്ചാൽ, ഇതിങ്ങനെ ഈ ക്യാൻസർ പറഞ്ഞാൽ നമുക്കറിയാലോ അധികമായിട്ട് വരുന്ന കോശങ്ങളാണ്. അതുപോലെ ഇത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് ഇതിനിങ്ങനെ കൂടി കൂടി വരുന്നൊരു സംഭവമാണ് ഈ വിദ്വേഷം. നമുക്കൊരു വെറുപ്പ്, നമ്മളെ വെറുപ്പ് അത് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ അത് അടുത്ത ആളിലോട്ട് ആ ഒരു വെറുപ്പ് ഇങ്ങനെ പാസ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ VDSൻ്റെ ഗവൺമെൻറ് കയറാൻ പോവുകയാണ്, ഭരണത്തിൽ കയറാൻ പോവുകയാണ്, അവർ വിജയിച്ചതിൻ്റെ അഹങ്കാരമാണ് ആ പെൺകുട്ടി തട്ടമിട്ടത് കൊണ്ട്. ആ പെൺകുട്ടി തട്ടമിട്ടതുകൊണ്ട് ആ പെൺകുട്ടി മുസ്ലിമായിരിക്കും. അപ്പോൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന VD സതീശൻ, മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്നാണ് VD സതീശനെ കുറിച്ചിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ VD സതീശൻ സാറ് ഭരണത്തിലേറിയത് കൊണ്ട് അതിൻ്റെ അഹങ്കാരം തലക്ക് പിടിച്ച ആ മുസ്ലിം പെൺകുട്ടി, ആ തട്ടമിട്ട പെൺകുട്ടി, അതിൻ്റെ അഹങ്കാരമാണ് ആ KSRTC ചില്ലിനോട് തീർത്തത് എന്ന രീതിക്കുള്ള കമൻറ്റുകൾ വരെ ഇടാത്തക്ക രീതിയിലോട്ട് ആളുകൾ എന്തൊരു കാര്യത്തിനെയും അവരുടെ വിഷൻ ചിന്താൻ പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് ഇതിപ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു കേസ് വരികയാണെങ്കിലും, അതായത് VD സതീശൻ സാറ് ഇതുപോലെ വേറൊരു സംഭവം, ഈ ഒരു സമയത്തുള്ള ന്യൂസുകൾ നോക്കിയതുകൊണ്ടാട്ടോ VD സതീശൻ സാർ അതിൽ വരുന്നത്, അല്ലാതെ ഞാൻ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അവർ പാണക്കാട്ടോട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടു കേട്ടോ. ആദ്യം വിളിച്ചത് പാണക്കാട്ടോട്ട്, അതെന്താ വെച്ചാൽ ഒരു UDFൻ്റെ ഒരു ഭാഗമാണ് ലീഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു നന്ദി ആ ഒരു രീതിയിലോട്ടാണ് ഇത് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു നന്ദി സൂചകമായിട്ടായിരിക്കും. എന്ന് നമുക്കറിയാം, പാണക്കാട്ടുകാരോട് എല്ലാ മതസ്ഥർക്കുള്ള ആ ഒരു സ്നേഹം നമ്മൾ കാണാറുണ്ട്. അത് തന്നെയായിരിക്കും VD സതീശൻ സാറ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവിടെ വരെ വന്നിട്ട് വളരെ മോശമായ രീതിക്ക് ഇങ്ങനെ, പിന്നെ എനിക്കിവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, തുഞ്ചം ഷേപ്പ് ചെയ്താൽ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രീതിയിൽ വളരെ മോശമായ രീതിയിലോട്ട് അതിൻ്റെ താഴേക്ക് വന്നിട്ട് കമൻറ്റ് ഇടുക. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കില്ലേ, അത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഇങ്ങനെ എന്തുണ്ടെങ്കിലും എന്തൊരു ടോപ്പിക്കാണെങ്കിലും, ഒരു ഭരണം മാറിയതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഇത്തിരി നേരത്തെ ദേഷ്യം അതായിക്കോട്ടെ, എവിടെ നോക്കിയാലും അവിടെ മതവും അതുപോലെ ഇതുപോലെ വിദ്വേഷവും വിതക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഇങ്ങനെ പതുക്കെ ആദ്യമൊക്കെ കുറച്ച് ആളുകളുള്ളതിന് ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ആളുകളാണ്. ഞാൻ ഇതിന് മുന്നൊക്കെ ലൈവ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ലൈവ് സെക്ഷൻ നിർത്തി വയ്ക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ലൈവ് ഇട്ടാൽ അപ്പം വരും 1-2 ടീംസ് പല രീതിക്ക് അതിനങ്ങോട്ട് എന്താ പറയുക, അവരുടെയൊക്കെ മെയിൻ പ്രശ്നം എൻ്റെ ഈ തട്ടാണ്. പലപ്പോഴും എൻ്റെ ഈ തട്ട് അവർക്കൊരു പ്രശ്നമാണ്. പല രീതിയിലോട്ട് ആക്കി കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ലൈവ് അങ്ങ് നശിപ്പിച്ച്, അതായത് നിർബന്ധിച്ചാണ് അവരെ തട്ടടിപ്പിക്കുന്നത്, നിർബന്ധിച്ചാണ് പർദ്ദയടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എനിക്കറിയില്ല. ഓരോ വിശ്വാസത്തിനും ഇപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ തന്നെ പോകുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലോട്ട് ഇവർ മാത്രം വരുന്നതുകൊണ്ടാണ് ഇതെല്ലാ മതത്തിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലടത്ത് കൂടി നിൽക്കും, ചിലടത്ത് കുറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മളിപ്പോഴും നമ്മളെ മതത്തെയും നമ്മളെ വിശ്വാസത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ മറ്റൊരു വ്യക്തിയെയും റെസ്പെക്റ്റ് ചെയ്യുക, ആ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ റെസ്പെക്റ്റ് ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും ഈ ഒരു സമൂഹത്തിന് അല്ലേ. ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് വ്യത്യസ്ത മതസ്ഥർ ഫുഡ് കഴിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ കാലഘട്ടം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അതിൽ നിന്ന് മാറി നമ്മുടെ മക്കൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ചുറ്റുപാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വെറുക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു രീതി നമ്മളിവിടെ കാണുന്നുണ്ട്. പല രീതിക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അതിനുവേണ്ടി PhD വരെ ഇറക്കുന്നുണ്ട്, പല രീതിക്കുള്ള കോഴ്സുകൾ വരെ ഇറക്കുന്നുണ്ട്, വീഡിയോസ് ഇറക്കുന്നുണ്ട്. അതായത് ചിലർ പറയും നമ്മളെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന വിഭാഗക്കാർ നടക്കുന്നുണ്ട്. ചിലർ പറയും അയാൾ അന്ധവിഭാഗമാണ്, അതുകൊണ്ട് അവരെ കൂടെ നമ്മൾ നടക്കാൻ പാടില്ല. ഇങ്ങനെ പല രീതിയിലോട്ട് നമ്മളെ പാരൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് തന്നെ ഈ ഒരു വിഷം ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ആ ഒരു മതസൗഹാർദ്ദം ഒക്കെ നശിച്ച ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് പോകും. ഇപ്പോഴൊന്നും അത്ര ഇല്ല കേട്ടോ, പക്ഷെ പതുക്കെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലോട്ടും ആ ഒരു വിഷം കയറി വരും. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മളിലോ എല്ലാ വ്യക്തികളിലും ഇത്തിരി എന്താ പറയുക, അവനവൻ്റെ വിശ്വാസമാണ് വലുത് എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടാവില്ല. എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസമായിരിക്കും വലുത്. എല്ലാവരുടെയും വിശ്വാസം വലുതാണ് എന്ന് വിശ്വസിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അയാൾ തെറ്റാണ്, അയാൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഇപ്പം എല്ലാവരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ മതസ്ഥരും ഒരു നമ്മളെ വിശ്വാസത്തിനും പാർട്ടിക്കും ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും കേരളക്കാരാണ്, അതിലുപരി നമ്മളെല്ലാവരും ഇന്ത്യൻസാണ്, നമ്മളെല്ലാവരും ഒരു ലോകം, നമ്മൾ ഈ ഒരു ലോകത്തിൻ്റെ ഒരു പാർട്ടാണ്, നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ് എന്ന് വിശ്വസിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കഴിക്കാതിരിക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ചേർന്നിരിക്കുന്നതിനെ നമ്മളൊക്കെ പ്രതികരിക്കാറുണ്ടല്ലേ. അതുപോലെ എന്താ പറയുക, ഈ രാഷ്ട്രീയവും മതവും അത് രണ്ടും രണ്ട് വിഷയമാണ്. ഇപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, എവിടെ കിട്ടിയാലും എന്ത് വിഷയം, രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരാളുടെ കാര്യമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, അവിടെ അവരിട്ട വസ്ത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ പേര് നോക്കിയിട്ട് ഇങ്ങനെ മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിലോട്ടുള്ള കമൻറ്റുകളും വീഡിയോസും ചെയ്യുന്നത് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു സാഹചര്യമായിക്കോട്ടെ, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തങ്ങളുടെ വെറുപ്പ് ചിന്താനുള്ള ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള PR ക്യാൻസറുകൾ ശ്രമിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കണ്ടെത്തൽ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.